അടുത്തൊരു ഡീസൽ സെഗ്മെന്റ് ആണ്. 2019 മോഡൽ നിസാൻ കിക്സ്. കിക്സിന് ടോപ്പ് വേരിയന്റ് ആണ്. XV ഡീസൽ പ്രീമിയം ആണ്. പിന്നെ അടുത്തതായിട്ട് 2020 മോഡൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ സിംഗിൾ ഓണർ, 44,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. റീസെൻ്റ്ലി 40,000, അതായത് ഈ ലാസ്റ്റ് ഡിസംബർ 2024 സർവീസ് കഴിഞ്ഞാണ്. ഇത് 2017-18 മോഡൽ മഹീന്ദ്ര KUV സിംഗിൾ ഓണറാണ്. വെറും 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 2018 മോഡൽ 17-18 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി, 57,000 കിലോമീറ്റർ, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഗ്രാൻഡ് ഐറ്റൺ 2021 ഫോർഡ് എക്കോസ്പോർട്ട് സ്പോർട്സ് വേരിയൻറ്റ് ഡീസൽ, 60,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, 57-ൽ ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറിയതാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പ് തന്നെയാണ്. ഹാവൻ മോട്ടോഴ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. നല്ല ക്വാളിറ്റി കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രഷറും കാണാൻ കൊള്ളാവുന്ന, എടുക്കാൻ കൊള്ളാവുന്നതായ നല്ലൊരു ഷോപ്പാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റേഴ്സൊക്കെ ഓടിയ ഓണർഷിപ്പ് ഒന്നിൽ തന്നെ നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളത് നോക്കണമെന്ന് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ. കിലോമീറ്റർ അധികം ഓടാത്ത വണ്ടികൾ, അല്ലെങ്കിൽ ഒറ്റ ഓണർ വണ്ടി വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പാണ്. അത്യാവശ്യം ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. ഈ വെറുതെ അങ്ങ് ലോ പ്രൈസുള്ള വണ്ടികൾ അങ്ങനെയുള്ള രീതിയല്ല. അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന, വിശ്വസിച്ചെടുക്കാവുന്ന നല്ലൊരു ഷോപ്പ് തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ സാറേ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ 2-2.5 മാസം നമ്മൾ വന്നിട്ട്. അതെ, ഓക്കെ. നമ്മൾ സാധാരണഗതി കിടക്കുന്ന ടൈപ്പ് കിലോമീറ്റേഴ്സൊക്കെ കുറവുള്ളതും സിംഗിൾ ഓണർ വണ്ടികളുമാണ് ഇത്തവണ കിടക്കുന്നത്. എല്ലാം സിംഗിൾ ഓണറാണ് കിടക്കുന്നത്. സിംഗിൾ ഓണറാണ്. അത് ഞാൻ തുടക്കം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഷോപ്പുകളിൽ അങ്ങനെയുള്ള വണ്ടികൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ളത് നമ്മളത് മെൻഷൻ ചെയ്തേക്കും. കാണുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടാൻ എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ. ഒരു വണ്ടി പോലും സെക്കൻഡ് ഓണർ പോലെ കാണത്തുള്ളൂ. അല്ല ബാക്കിയുള്ള എല്ലാം സിംഗിൾ ഓണറാണ്. ഇത്തവണ നമ്മളെ വണ്ടികളെ ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളായിരിക്കും? നമുക്ക് നിലവിൽ നിൽക്കുന്നത് 1.95 തൊട്ട് പറഞ്ഞോണം മറ്റേ 14,400 വരെയുള്ള ബഡ്ജറ്റുള്ള വണ്ടികൾ കിടപ്പുണ്ട്. ഈ 1.95 തൊട്ടുള്ള വണ്ടിക്ക് വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ചെയ്യാം, വാറണ്ടി ഉണ്ട്. എത്ര വർഷം വരെ കിട്ടും വാറണ്ടി? നമുക്ക് 6 to 1 year വരെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഈ ചെറിയ വണ്ടി നിങ്ങൾ തുടങ്ങാം. ചെറുത് 2017 മോഡൽ റെഡിഗോ T ഓപ്ഷനിൽ സിംഗിൾ ഓണർ, 66,000 കിലോമീറ്റർ വരെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1,95,000 രൂപ വരും. ഇതാണ് പറഞ്ഞത്. ഇതാണ് പറഞ്ഞത്. വണ്ടി നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെ അല്ലേ? ജെനുവിൻ. ഇത് വേരിയൻ്റ് ഏതായിട്ട് വരും? 2 ഡോർ പവർ വിൻഡോ ആണ്. ഫ്രണ്ട് 2 ഡോർ പവർ T ഓപ്ഷൻ. അതായത് AC പവർ സ്റ്റിയറിങ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, മാനുവലി സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ പ്ലെയർ കമ്പനിയുടെ തന്നെ പ്ലെയർ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഏകദേശം ഒരു 90% വരെയുള്ള ടയർ ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. പിന്നെ പ്രൈസ് വന്നിട്ട് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1.70 വരെയൊക്കെ ലോൺ ചെയ്യാം. ഏകദേശം ഒരു 10-15 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഉണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും. ഇത് 2018 മോഡൽ 17-18 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി, 57,000 കിലോമീറ്റർ, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഗ്രാൻഡ് ഐറ്റൺ 57,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണേ. ഇത് കിലോമീറ്റർ അല്ലല്ലേ, കമ്പനി സർവീസ് പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാം കമ്പനി തന്നെ. ഈ സിസ്റ്റം ഒക്കെ ഇതുള്ളതന്നെ? ഇത് സെപ്പറേറ്റ് ചെയ്തതാണ്. സെപ്പറേറ്റ് ചെയ്ത. ഇതിന് 2 ഡോർ പവർ വിൻഡോസ് അല്ലേ? ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. പിന്നെ അഡീഷണലായിട്ട് പിന്നെ അത്യാവശ്യം ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിൻഡോ ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി നീറ്റായിട്ട് യൂസ് ചെയ്തതാണ്. പിന്നെ ടയർ ബാഗ് എടുത്താലും ഒരു 70% വരെ ടയർ ബാഗും ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് വന്നിട്ട് ഇത് ഏകദേശം 15+ മൈലേജ് കിട്ടുന്നതാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, സിംഗിൾ ടയർ ബാഗ് വരുന്ന ടൈപ്പാണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അത്യാവശ്യം പ്ലെയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി നീറ്റാണ്. സിംഗിൾ ഓണറുമാണ്. പെയിന്റ് ഒക്കെ ഫസ്റ്റ് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബമ്പറോ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ആക്സിഡന്റ് ഹിസ്റ്ററി ആയിട്ടുള്ള സംഭവം ഇല്ല. ഇനി ഉള്ളത് 2014 മോഡൽ ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ, 52,000 കിലോമീറ്റർ, പെട്രോളാണ്. ഇതും കമ്പനി സർവീസ് വണ്ടിയാണ്.
റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. മൈലേജ് 15 വരെ കിട്ടുന്നത്. 15. ഈ വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർഡോ പവർ വിൻഡോസ്. ഓക്കെ, എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,10,000 വരുന്നത്. 5,10,000. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇത് നമുക്ക് ഏകദേശം ഒരു 4.5 വരെ ലോൺ ചെയ്യാം. 4.5 വരെ ചെയ്യാം. പിന്നെ അത്യാവശ്യം ബാങ്കിങ്ങൊക്കെ പക്കയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫിനാൻസും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ AC, പവർ സ്റ്റിയറിങ്, ഡ്യുവൽ എയർ ബാഗ്, ABS, മിറർ ഫോൾഡബിൾ, മിറർ അഡ്ജസ്റ്റബിൾ, പിന്നെ ഫോർഡോ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക് എല്ലാം ഇതിൻ്റെ തന്നെ വരുന്നുണ്ട്. ഇത് 2017-18 മോഡൽ മഹീന്ദ്ര KUV സിംഗിൾ ഓണറാണ്. വെറും 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗം നോക്കിയാൽ തന്നെ അറിയാം. ഫസ്റ്റ് ടയറാണ്. ഇത് ഫ്രണ്ടിൽ തന്നെ 3 പേർക്ക് ഇരിക്കാവുന്നല്ലേ? അതെ 6 സീറ്ററാണ്. വണ്ടി നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ഇട്ട് അതിൻ്റേതായ ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ടോപ്പൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലല്ല, മാനുവലാണ്. ഡീസലോ പെട്രോളോ? പെട്രോൾ. മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് ഏകദേശം 15-17 വരെ കിട്ടുന്നതാണ്. ആ റേഞ്ച് ഉണ്ട്. ഫസ്റ്റ് ടയേഴ്സ് തന്നെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 3,50,000. 3,50,000. വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അടുത്തൊരു ഡീസൽ സെഗ്മെൻ്റ് ആണ്. 2019 മോഡൽ നിസാൻ കിക്സ്. തന്നെ ടോപ്പ് വേരിയൻ്റാണ്. XV ഡീസൽ പ്രീമിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 83,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. A to Z സർവീസും കമ്പനി തന്നെ. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഫുള്ള് കമ്പനി സർവീസ് തന്നെ. ഫീച്ചേഴ്സിലേക്ക് വരുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, പുഷ് ബട്ടൺ, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കമ്പനിയുടെ തന്നെ ഇൻബിൽറ്റാണ് വരുന്നത്. പിന്നെ സീറ്ററൊക്കെ തന്നെ കമ്പനിയുടെ തന്നെ ഇൻബിൽറ്റ് മറ്റേ ലെതറിൻ്റെ സംഭവം തന്നെ ചെയ്തേക്കുന്നത്. ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ്. മാനുവലാണ്. മാനുവൽ ഡീസൽ മാനുവൽ. എങ്ങനെ മൈലേജ് ഒക്കെ? ഏകദേശം 18-19 വരെ കിട്ടുന്നതാണ്. ആ റേഞ്ച്. എത്ര ചോദ്യം? ചോദ്യം വേണ്ട 6.5. നമുക്ക് ഏകദേശം ലോണിലേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. നിസാൻ്റെ വണ്ടിയാണ്. നിസാൻ്റെ കിക്സ്. ഇത് ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരിക്കും പ്രൈസ്? ഇത് ഏകദേശം 14 ലക്ഷം രൂപ. ആ റേഞ്ചൊക്കെ വരും. ഡുവൽ ടോൺ ആണല്ലേ? അതായത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റാണ്. അത് തന്നെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അടുത്തതായിട്ട് 2020 മോഡൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ സിംഗിൾ ഓണർ. 44,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. റീസെൻ്റ്ലി മീൻസ് 40,000. അതായത് ഈ ലാസ്റ്റ് ഡിസംബർ 2024 സർവീസ് കഴിഞ്ഞാണ്. 2020 സർവീസ് കഴിഞ്ഞ് ഫുൾ കമ്പനി സർവീസ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ടൈറ്റാനിയം തന്നെ. പെട്രോളാണ്. പെട്രോൾ ടോപ്പ് വേരിയൻ്റ്. മാനുവൽ. സിംഗിൾ ഓണറെ. ഒന്നുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ബമ്പർ മാത്രം, ഫ്രണ്ട് ബമ്പർ മാത്രം മാറ്റിയിട്ടുണ്ട്. അതും മാറ്റിയിരിക്കുന്നത് ഷോറൂമിൽ തന്നെ മാറ്റിയിരിക്കുന്നത്. പിന്നെ ആക്സിഡൻ്റ് അല്ല ഞാൻ പറഞ്ഞ ആകെ ഉള്ള അത് ബമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ. അതിന് തന്നെ ക്യാമ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇന്നത് വരുന്നുണ്ട്. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? പെട്രോളാണ്. പെട്രോൾ 15 വരെ മൈലേജ് കിട്ടുന്നത്. 15. എത്ര ചോദിക്കുന്നത്? ഇത് ചോദ്യം വന്നിട്ട് 5,10,000. അടുത്ത 2023 മാരി സ്വിഫ്റ്റ് LXI ആണ്. 15,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ് വണ്ടി. കമ്പനി സർവീസ്. വേറെ ആക്സിഡൻറ്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. LXI ആണെങ്കിൽ തന്നെയും അത്യാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടൂഡോ പവറിന് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് പ്ലെയർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫീച്ചേഴ്സ് ഫിറ്റിംഗ്സ് കാണുന്നൊരു വരുന്നുണ്ട്. അത്യാവശ്യം ഈ വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാൽ നല്ല പറയാത്തെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികൾ അതിനകത്ത് എന്ത് ഡോർ പാഡ്. പിന്നെ മറ്റേ ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടി നീറ്റാണ്. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജ്. എത്ര ചോദിക്കുന്നത്? പ്രൈസ് തന്നെ 5,90,000 രൂപ. 5,90,000. ഈ പറയുന്ന തുകയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തു തരാം.
പിന്നെ 2018 മോഡൽ മാരുതി ഇഗ്നിസ് സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ ഓടി വണ്ടി. 50,000 കിലോമീറ്റർ പെട്രോൾ. സെക്കൻഡ് ടയേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ഫ്രണ്ട് പുതിയ ടയറാണ്, ബാക്ക് ആവറേജ് ആണ്. കിലോമീറ്റർ 50,300 കിലോമീറ്റർ. സിംഗിൾ ഓണറാണ്. ഇതിന് ഫീച്ചേഴ്സ് വരുമ്പോൾ AC, പവർ സ്റ്റിയറിങ്, ഡ്യുവൽ എയർ ബാഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ പ്ലെയർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, മീൻസ് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. വണ്ടിക്ക് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് റേഞ്ച് വരുമ്പോൾ 4,50,000 രൂപ. നമുക്ക് ഇതിൻ്റെ ഫിനാൻസ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേന് ഏകദേശം 4-4.25 വരെ ലോൺ നമുക്ക് ചെയ്യാം. ഇത് ഏത് വർഷമായിരുന്നു? ഇത് 2018 മോഡൽ. 18 മോഡൽ. 5 വർഷം വരെ ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അടുത്ത് 2022 ഹുണ്ടായി ക്രെറ്റ SX സിംഗിൾ ഓണർ, 76,000 കിലോമീറ്റർ, ഡീസലാണ്. 1.5 ഡീസൽ. സിംഗിൾ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് അല്ല, മേജറായിട്ടുള്ള റീപ്ലേസ് ഇല്ല. ഉള്ളത് ബാക്ക് ഡിക്കി മാത്രം മാറിയിട്ടുണ്ട്. അത് കമ്പനി തന്നെ മാറിയ ഡിക്കി മാത്രമേ മാറിയിട്ടുള്ളൂ. മേജറായിട്ടുള്ള റീപ്ലേസ് അല്ല. ഇടിച്ചല്ലേ? അപ്പം ഇടിച്ചതാണോ? റിവേഴ്സ് എടുത്തപ്പോൾ എന്തോ അങ്ങനെ മാറിയതാണ്. B2B ഇൻഷുറൻസിൽ നിന്നപ്പോൾ ഉള്ള ആ രീതി മാറിയതാണ്. എല്ലാം ഉള്ള മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നോക്കാം, ഒക്കെ ആയിരിക്കും. കാരണം ആ അകത്തൊക്കെ നോക്കിയാൽ തന്നെ അറിയാമല്ലോ. കാണാൻ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ ചോദ്യം വന്നിട്ട് 14,400. 14,400. ഇത് പിന്നെ ഡീസൽ 1.5 ഡീസൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. വിത്ത് സൺറൂഫ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, മിറർ ഫോൾഡബിൾ, മിറർ അഡ്ജസ്റ്റബിൾ, ആൻഡ്രോയിഡ് പ്ലെയർ, അത് കമ്പനിയുടെ ഇൻബിൽറ്റ് പ്ലെയർ വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടണാണ്. എല്ലാ മാനുവലാണ്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട്. 2021 ഫോർഡ് എക്കോസ്പോർട്ട് സ്പോർട്സ് വേരിയൻറ്റ് ഡീസൽ, 60,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. 57 ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറിയതാണ്. സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ്. അത്യാവശ്യം എല്ലാവരും തിരക്കി നടക്കുന്നൊരു സെഗ്മെൻറ്റുമാണ്. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേന് AC വരുന്നത്, പവർ സ്റ്റിയറിങ്, മറ്റേ എയർ ബാഗ്, 4 എയർ ബാഗ് വരുന്നുണ്ട്, മറ്റേ സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ, ആൻഡ്രോയിഡ് പ്ലെയർ, ഇതിൻ്റെ കമ്പനി പ്ലെയർ വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരുന്നുണ്ട്. ഇതിന് ടോപ്പറ്റ് എല്ലാം ഉണ്ട്, ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. സൺറൂഫ് ഇതാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ് ടയർ ഭാഗം വരെ മാറിയതാണ്. പുതിയ ടയർ ബാഗാണ്. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. ഏകദേശം 10,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ള ടയർ ഭാഗമാണ്. മാനുവലാണ്. വണ്ടി മൊത്തത്തിൽ കൊള്ളാം. നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. നല്ല ടയേഴ്സ് എല്ലാം കൊള്ളാം. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8,70,000 രൂപ. 8,70,000. എത്ര രൂപ നമുക്ക് ഇത് ഇറങ്ങാൻ പറ്റും? നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്യാം. നമുക്ക് ഏകദേശം ലോണിന് 8 രൂപ വരെ ചെയ്തു തരാം. സിമ്പിളായിട്ട് ചെയ്തു തരാം. ഇതിനകത്ത് ഇത് പറയുമ്പോഴത്തേന് ഇൻഷുറൻസ് വന്നിട്ട് പുതിയ ഇൻഷുറൻസ് ആണ്. അല്ലാതെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വീണ്ടും 2021 ഫോർഡ് എക്കോസ്പോർട്ട് തന്നെ. നേരത്തെ കണ്ടത് ഡീസലാണെങ്കിൽ ഇപ്പം കാണുന്നത് പെട്രോളാണ്. സിംഗിൾ ഓണർ, 46,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഇത് ടൈറ്റാനിയം എന്നൊരു വേരിയൻ്റാണ്. എങ്കിലും മറ്റേ ഇതിനകത്ത് സൺറൂഫും കാര്യങ്ങളും വരുന്ന ടൈപ്പാണ്. പെട്രോളാണ്. 46 കിലോമീറ്റർ പറഞ്ഞാൽ 46 അല്ല 42 ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. പക്ഷേ വളരെ അത്യാവശ്യം കുറേയധികം അക്സസറീസ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ആംബുലൻസ് ലൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അത്യാവശ്യം കുറേയധികം, ചെറിയ രീതിയിലല്ല, ഇപ്പം മറ്റേതായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ അത്യാവശ്യം കുറേയധികം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അക്സസറീസൊക്കെ ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. ക്രോസ് ബാറൊക്കെ ഇതിനകത്ത് വരുന്നതല്ല, ഇതൊക്കെ അഡീഷണലായിട്ട് ചെയ്തതൊക്കെ. കാരണം ബ്ലാക്ക് കളർ ആണെങ്കിൽ തന്നെയും എടുത്തു വരാത്ത സ്ക്രാച്ചസ് ഒന്നുമില്ല ഇതിനകത്തില്ല. അകം കണ്ടാലും അറിയാലോ ആ ഫ്രഷ്നെസ്. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇതേ മൈലേജ് എങ്ങനെയാണ്? ഇത് പെട്രോൾ അല്ലേ? ഇത് പെട്രോളാണ്. മൈലേജ് ഏകദേശം 14-15 വരെ കിട്ടുന്ന മൈലേജാണ്. ഡീസൽ ആ വണ്ടിക്ക് ഏകദേശം 20 വരെ മൈലേജ് കിട്ടുന്ന. 20 വരെ ഉണ്ട്. ഇത് ഇപ്പം ഇത് കിട്ടത്തില്ലെന്നല്ല, കാരണം 1.5 ഡ്രാഗൺ എന്ന് പറയുന്ന എഞ്ചിനാണ് വരുന്നത്. കാരണം ക്ലസ്റ്ററിൽ തന്നെ ഏകദേശം 13.5-14 വരെ കാണിക്കുന്നു, നിലവിൽ കാണിക്കുന്നത് 14 വരെ കാണിക്കുന്നു. 14-15 കൺഫേം ആയിട്ട് കിട്ടുന്ന മൈലേജ്.
പുതിയ ടയേഴ്സാണ് ഇട്ടേക്കുന്നല്ലേ? ഏതാ പുതിയ ടയേഴ്സാണ്. ഫ്രണ്ട് 2 പുതിയതാണ്, ബാക്ക് ഏകദേശം 70% ടയർ ഭാഗം ഉള്ളതാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേന് 8,25,000 രൂപ. ഇതും എങ്ങനെയാണ് എമൗണ്ട് എങ്ങനെയായിരിക്കും ആദ്യം ഇറക്കേണ്ടത്? ഇത് നമുക്ക് 7.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. 7.5 വരെ. ഞാനിത് പറഞ്ഞ പോലെ തന്നെ ഈ ഇതിനകത്ത് ഇപ്പോൾ നമ്മളെ ലാസ്റ്റ് വൺ ക്രെറ്റ ഉണ്ടല്ലോ, ക്രെറ്റ എന്ന് 2022 വണ്ടി നമുക്ക് 7 വർഷം വരെ ചെയ്യാൻ പറ്റും. 7 ഇയർ സ്കീമുണ്ട്. ഫോർഡും നമുക്ക് 5 to 7 ഇയർ ചെയ്യാൻ പറ്റും. ഇയർ കൂടുന്ന ഇൻട്രസ്റ്റ് കൂടും എങ്കിലും ഞാൻ പറയാം. മറ്റേ ബഡ്ജറ്റ് റേഞ്ച് വെച്ച് പറയുമ്പോൾ തന്നെ 14 ലക്ഷം രൂപ വരുന്ന സമയത്ത് നമുക്ക് 7 ഇയർ സ്കീം ആകുമ്പോൾ അത്രയും ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുമല്ലോ. നമുക്ക് ഫെഡറൽ ബാങ്കിന് തന്നെ ഒക്കെ സ്കീമുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലോൺ സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ? ലോൺ സൗകര്യം വരുമ്പോഴത്തേന് നമുക്ക് ഏഷ്യൻ 90 to 100% വരെ ലോൺ ചെയ്യും. ഡോക്യുമെൻറ്റ്സ് വന്നിട്ട് സിമ്പിളാണ്. ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, ലാസ്റ്റ് 6 month സ്റ്റേറ്റ്മെൻറ്റ്, ചെക്ക് ലീഫ് വേണ്ടി വരത്തില്ല. ഇത് ചിലപ്പോഴുള്ള ഇതായിട്ട് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ലാൻഡ് ടാക്സ്, ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ് വരുന്നത്. ചെക്ക് ലീഫ് മസ്റ്റ് മാൻഡേറ്ററി അല്ല. പിന്നെ ചില കേസിൽ നമുക്ക് ഈ ആധാറും പാനൊക്കെ ആയിട്ട് ലിങ്ക് അല്ലാത്ത പക്ഷം, മീൻസ് അക്കൗണ്ടായിട്ട് ലിങ്ക് അല്ലാത്ത പക്ഷം നമുക്ക് ചിലപ്പോൾ അത് വളരെ ഇപ്പോൾ 100 ഒരാൾക്ക് വരുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അങ്ങനെ സംഭവം വരാറില്ല. ചെക്ക് ലീഫ് മസ്റ്റ് അല്ല, ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഒരു ടാറ്റ നെക്സോൺ പരിചയപ്പെടാൻ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 83,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസോട് വേണ്ടി XZ ടോപ്പ് വേരിയൻ്റാണ്. ടോപ്പ് വേരിയൻ്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ. പിന്നെ അത്യാവശ്യം വണ്ടി നീറ്റാണ്, അല്ലാതെ വേറെ ക്ലെയിം പറയാം. ഇന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് എങ്കിൽ പോലും അത്യാവശ്യം കണ്ടാൽ തന്നെ അറിയാലോ, ആ ഒരു ക്വാളിറ്റി അറിയാം. വണ്ടിക്ക് വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കമ്പനി സർവീസാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5,20,000 ലോൺ സെഗ്മെൻറ്റ് വരുവാണെങ്കിൽ തന്നെ ഏകദേശം 5 ലക്ഷം രൂപ വരെ, 4.25-5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. റീപെയിന്റ് ചിലപ്പോൾ ബമ്പറോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാണും, അതേ ഉള്ളൂ. അല്ലാതെ മേജറായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റും ഇതിനകത്തില്ല. പറയാൻ ഇവിടെ ഒരെണ്ണം കിട്ടി, ഒരു ബ്ലാക്ക്. അല്ല, ഇത് സംഭവം മറ്റേ ഇത് ചെയ്യാൻ പറ്റിയ സാധനമാണ്, പോളിഷ് ചെയ്താൽ പോകുന്ന സാധനമാണ്. അതേ ഉള്ളൂ. ഇപ്പം കണ്ടാൽ തന്നെ അറിയാമല്ലോ. അതായത് ഇന്ന് രാവിലെ എടുത്തിട്ട് വന്ന വൈകി വാഷ് ചെയ്തിട്ടില്ല വണ്ടി, ഉച്ച കഴിയുമ്പോൾ കൊണ്ടുവന്ന വണ്ടി. പിന്നെ ഇതിൻ്റെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത് 2023 ബലെനോ ഓട്ടോമാറ്റിക്, അത് ഇന്ന് സ്റ്റോക്കിൽ കയറുന്ന വണ്ടിയാണ്. കളർ വന്ന് ബ്ലൂ കളർ 58,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, 2 വർഷം കറക്റ്റ് 2 വർഷം പഴക്കമുള്ള ബലെനോ ഓട്ടോമാറ്റിക്കാണ്. ടോപ്പ് വരുന്ന ആൽഫയാണ്. കിലോമീറ്റർ വന്നിട്ട് 58,000 കിലോമീറ്റർ. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 8.5 8.5 2023. പിന്നെ അതിനുള്ളത് 2017 മോഡല് ഫോർഡ് ഫിഗോ. വേറെ ഉണ്ടോ? ഫോർഡിൻ്റെ വണ്ടി ഒരു വണ്ടിയും ഉണ്ട്. ഫോർഡ് ഫിഗോ ആണ്, ഡീസൽ സെഗ്മെൻറ്റ്, ട്രെൻഡ്, സിംഗിൾ ഓണർ, 99 കിലോമീറ്റർ ഓടിയാണ്, ഡീസലാണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 399. ഈ 2 വണ്ടിയാണ് ഇന്ന് തന്നെ സ്റ്റോക്കിൽ കയറുന്ന വണ്ടികളാണ്. നേരത്തെ വന്നതുകൊണ്ട് പറ്റിയതാണ്. ഇന്ന് തന്നെ സ്റ്റോക്കിൽ കയറുന്ന 2 വണ്ടികളാണ് ഈ 2 വണ്ടിയാണ്. താല്പര്യമുള്ളവരപ്പോൾ കോൺടാക്ട് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി വണ്ടി എടുത്ത് വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് ഉപയോഗിക്കണം. അതായത് എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം വണ്ടിയാണ്, ഏത് വണ്ടി എടുത്താലും അപകടമൊക്കെ പറ്റി പോയാൽ അങ്ങനെ ഉള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം കൊണ്ടുപോയി നിങ്ങൾക്കൊരു 1, 2, 3 വർഷങ്ങൾക്കൊക്കെ വലിയ പണികളൊന്നും ഇല്ലാതെ നല്ലപോലെ കൊണ്ടു കിടക്കാൻ കൊള്ളാവുന്ന നല്ല വണ്ടി എടുക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വന്ന് വിശ്വസിച്ചെടുക്കാവുന്ന നല്ലൊരു ഷോപ്പ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും എത്ര നല്ല ഷോപ്പെന്ന് പറഞ്ഞാലും യൂസ്ഡ് വണ്ടികളുടെ ഷോപ്പാണ്. നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകണം. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഉറപ്പ് പറഞ്ഞതിൻ്റെ പേര് ചാടിക്കയറി വന്ന് എടുത്താൽ നിങ്ങൾ പറഞ്ഞോളെ. അതുകൊണ്ട് മോശമാണെന്നല്ല, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ നമ്മളൊരു സേഫ്റ്റി എടുക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം ഉപകരിച്ചാണോ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.